വണ്ടികളൊക്കെ കാര്യമാകും. എല്ലാവരും അവിടെ നമ്മുടെ റൂസിൽ ഇപ്പോൾ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ വണ്ടി കാര്യം എല്ലാവരും അവിടെ ആകും. അതേപോലെ തന്നെ റൂസിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ആളുകളൊക്കെ ഇറങ്ങിയ വണ്ടി കാര്യം അപ്പോൾ സ്വാഭാവികമാണ്. അങ്ങനെ അഹമ്മദ് ബദവി തങ്ങളുടെ ഉറൂസ് നടക്കുമ്പോൾ അവിടുത്തെ വണ്ടികളൊക്കെ കൊടുക്കാൻ കാര്യമാണ്. എല്ലാവരും അവിടെ ഇറങ്ങി ജനാവലി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു അഹമ്മദ് ബദവീനെ ആൾക്കാർ ബഹുമാനിക്കണമെങ്കിൽ പടച്ചോനത്തെ ബഹുമാനിക്കണം മതി, നാട്ടിൽ അങ്ങേവർ ബഹുമാനം ആദരവപ്പെട്ടു. ഒരാൾ പറഞ്ഞു സാധാരണ എല്ലാവരും അറിയല്ലോ ഇതേപോലെ പല ആൾക്കാരുണ്ടാവും. പക്ഷെ പറഞ്ഞ ആളത്ര മോശക്കാരൊന്നും അല്ല, അയാൾ ഉച്ചയ്ക്ക് ഇതെല്ലാം ആൾ തന്നെയാണ്. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞു അഹമ്മദ് ബദവി തങ്ങളെ പറ്റിയിട്ട് എല്ലാത്തിനും അതൊരു എന്താ പറഞ്ഞു എന്ന് സാധാരണ പറയുമ്പോൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് പോയി. ഇയാൾ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചപ്പോൾ കറി മീൻ്റെ കറിയാണ്. ആ മീൻ്റെ കറി അങ്ങനെ കറി കൂട്ടി മീൻ കൂട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ ചോറ് കഴിച്ചപ്പോൾ ഒരു മുള്ള് തൊണ്ടയിൽ അടച്ചു. പല തന്ത്രങ്ങളും നോക്കി, ഡോക്ടർമാരെ സമീപിച്ചോ വൈദ്യന്മാരെ സമീപിച്ചോ ഒന്നും പോണില്ല. അവസാനം ചരിത്രം പറയുന്നത് 6 മാസത്തോളം അതിങ്ങനെ വീർത്ത് തൊണ്ട അങ്ങനെ വീർത്ത് വന്ന് തേനീച്ചക്കൂട് പോലെ ആയി എന്നാണ്. തേനീച്ചക്കൂടുണ്ടല്ലോ അതിങ്ങനെ വലിയ ഇതുപോലെയായി. എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു, ഒന്നും ഒരിക്കലില്ല. ഉള്ള അവിടെ ഇങ്ങനെ വിളിച്ച് നീര് കെട്ടി ഇങ്ങനെ വീർത്തി വരുന്നത്. അങ്ങനെ ഇയാൾ ഇങ്ങനെ മരാത്തിലാണ് ചോദിച്ചു എന്താ മാറാത്തത്? ഇത്തരം കാലം എല്ലാ ഡോക്ടർമാരെ സമീപിച്ച് എല്ലാ വൈദ്യന്മാരെ സമീപിച്ച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് തുടർന്ന് പോണില്ലല്ലോ, നിങ്ങൾ കൂടുതലായി വരികയാണല്ലോ എന്നങ്ങനെ ചിന്തിച്ച് കിടന്നപ്പോൾ അയാൾക്ക് ഓർമ്മ പഠിച്ചോനെ ഞാൻ നാളെ അഹമ്മദ് ബദവി തങ്ങളെ ഉറൂസ് നടക്കുമ്പോൾ മഹാനവറുകളൊക്കെ പരിഹസിച്ചാണല്ലോ കാര്യം. അന്ന് ഞാൻ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ എനിക്ക് മുള്ള് കുത്തിയത്. ആ അഹമ്മദ് ബദവി തങ്ങളെ കുരുത്തക്കേട് തന്നെയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ് മുമ്പത്തി അഹമ്മദ് ബദവി, നിങ്ങൾക്ക് എൻ്റെ രോഗത്തിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ഞാൻ മുമ്പൊരു കാലത്ത് അഹമ്മദ് ബദവി തങ്ങളെ ഉറൂസ് നടക്കുമ്പോൾ ഞാൻ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. ആ അഹമ്മദ് ബദവി തങ്ങളെ കുരുത്തക്കേടാണ്. അതുകൊണ്ട് മുമ്പത്തി അഹമ്മദ് ബദവി, അഹമ്മദ് ബദവി തങ്ങളുടെ ജാറത്തിലേക്ക് എന്നൊന്ന് കൊണ്ടുപോകണം. അതിന് പരിഹാരം ഉണ്ടാവും. അഹമ്മദ് ബദവി തങ്ങളെ ജാറത്തിലേക്ക് സുഹൃത്തുക്കൾ കൂടി കൊണ്ടുപോയി. ചരിത്രം പറയുന്നു യാസീൻ ഓതാൻ ആരംഭിച്ചു. യാസീൻ അങ്ങനെ ഓതി വന്നപ്പോൾ പകുതിയിലേറായപ്പോൾ ഒരൊറ്റ ചിമ്മലാണ്. അപ്പോ 6 മാസം മുമ്പ് കുത്തിക്കിടന്ന മുള്ള് ചോരയിൽ പുരണ്ടതായി പുറത്തേക്ക് തെറിച്ചു പോരുന്നു. കുരുത്തക്കേട് എന്ന് പറഞ്ഞത് അത് വാങ്ങാൻ എളുപ്പമാണ്. ഞാൻ പറയുന്ന സദസ്സാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും ആൾക്കാരെ ആണെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയാണെങ്കിലും ഒക്കെ ആദരിച്ചേ പറ്റും. ആദരവിന്റെ മാനദണ്ഡം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ അവിടെ നോട്ടല്ല, എന്തിനാണെങ്കിലും ആദരിക്കണം. അള്ളാഹു താല ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു താല എല്ലാവരും ഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു താല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ